മാരാരി സൗജന്യ വൈദ്യുതി പദ്ധതി സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചു. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. മാരാരിക്കുളത്തെ കാർഷിക വൈദ്യുതി കണക്ഷൻ ഉപഭോക്താക്കളുടെ കൂട്ടായ്മയായ മാരാരി സൗജന്യ വൈദ്യുതി പദ്ധതി സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കർഷക കൂട്ടായ്മയും അതുല്യ പ്രതിഭകളെ ആദരിക്കലും ചികിത്സാ സഹായ വിതരണവും നടത്തി. കണിച്ചുളങ്ങര ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് സി ആർ മദനപ്പൻ അധ്യക്ഷത വഹിച്ചു. മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനാഭായ് ടീച്ചർ, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ അനിത തിലകൻ, കൃഷി ഓഫീസർ ജാനിഷ് റോസ് ജേക്കബ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി എം എൻ പ്രസന്ന ബാബു സ്വാഗതവും എസ് സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യായമായ വില ലഭിക്കണം, അതിന് തറവില ലഭിക്കണം. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സബ്സിഡികൾ കൊടുക്കണം, വളത്തിന് സബ്സിഡി കൊടുക്കണം, വൈദ്യുതി, അതുമായി ബന്ധപ്പെട്ട വെള്ളം, ഇതിനെല്ലാം തന്നെ സഹായം ചെയ്താൽ മാത്രമേ കൃഷി ചെയ്യാനും അവർക്ക് ന്യായമായ വില ലഭിക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കാർഷിക മേഖലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കൃഷിക്കാരൻ കൃഷി ചെയ്ത് അവൻ്റെ ഉൽപ്പന്നമായി മാർക്കറ്റിൽ ചെന്നാൽ അവന് വില നിശ്ചയിക്കാനുള്ള അവകാശമില്ല. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. കൃഷിക്കാരൻ അവൻ്റെ ഉൽപ്പന്നത്തിന് വില നിശ്ചയിക്കാനുള്ള അവകാശമില്ല. ബാക്കി എല്ലാവരും അതാ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ടയർ കമ്പനിക്കാരനാണെങ്കിൽ അവൻ്റെ ടയറിന് എത്ര രൂപ കിട്ടണമെന്ന് ടയർ കമ്പനിക്കാരൻ തീരുമാനിക്കും, അല്ലേ? മറ്റേത് ഉൽപ്പന്നം എടുത്താലും ആ ഉൽപ്പന്നങ്ങളുടെ എല്ലാം വില നിശ്ചയിക്കുന്നത് അത് ഉണ്ടാക്കുന്നവരാണ്. പക്ഷെ എന്തുകൊണ്ടോ കാർഷിക മേഖല കൃഷിക്കാരൻ അവൻ്റെ സാധനം ഉൽപ്പാദിപ്പിച്ച് അവൻ മാർക്കറ്റിൽ കൊണ്ടുവച്ചാൽ അതിന് വില നിശ്ചയിക്കുന്നത് കടക്കാരനാണല്ലോ, വാങ്ങുന്നതാണ് അവിടെ കടക്കാരനാണ്. അപ്പം നമ്മളൊരു 100 നാളികേരമായി മാർക്കറ്റിൽ ചെന്നാൽ വില നമ്മൾ പറയുന്ന വില കിട്ടുക, കൃഷിക്കാരൻ പറയുന്ന വില കിട്ടുക. അപ്പോൾ കൃഷിക്കാരൻ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു, പക്ഷേ അത് മാർക്കറ്റിൽ കൊണ്ടു ചെല്ലുമ്പോൾ അതിന് വില നിശ്ചയിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിലെ കൃഷിക്കാരെല്ലാം വലിയ സമരത്തിലാണ്, അല്ലേ? കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ കണ്ടു, രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തരത്തിലുള്ള സമരങ്ങളും എല്ലാം കൃഷിക്കാർ നടത്തുന്ന. കാരണം പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ അവർ കൃഷി ചെയ്താൽ ആദായകരമാവണം, അല്ലെങ്കിൽ അവന് നിലനിൽക്കാൻ കഴിയണമെങ്കിൽ മാത്രമേ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കൂ എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത്.